അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഇത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതായത് എന്താണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹാഫ് ലൈഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദ ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് 99.9% ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഡാഷ് ടൈംസ് ഓഫ് ഹാഫ് ലൈഫ് ഓഫ് ദി റിയാക്ഷൻ. സോ നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ T ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ K ലോഗ് A/A-X ആണല്ലോടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം T 99.9% ഡിവൈഡ് ബൈ T ഹാഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ K ലോഗ് 100 ഡിവൈഡ് ബൈ 100 മൈനസ് 99.9 ഡിവൈഡ് ബൈ 2.303 ഡിവൈഡ് ബൈ K ലോഗ് 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2.303യും 2.303 ഡിവൈഡ് ബൈ K ഇത്രയും ടേംസ് കട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്ത് കിട്ടാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ലോഗ് 100 ഡിവൈഡ് ബൈ 0.1 ഡിവൈഡ് ബൈ ലോഗ് 2 എന്ന് പറയുന്നത് 0.301. ഇനി ഇത് ലോഗ് 1000 ഡിവൈഡ് ബൈ 0.301 എന്ന് വരും അല്ലേടാ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് 1000 എത്രയാണ് മക്കളെ, 3 ഡിവൈഡ് ബൈ 0.301 ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അതിൻ്റെ അർത്ഥം എന്താണ്, T 99.9% ഈസ് ഈക്വൽ ടു 10 T ഹാഫ് ആണ്. സോ ന്യൂമറിക്കൽ സെക്ഷൻ എന്നൊക്കെ ചോദിച്ചതാണ്, നമുക്ക് എന്ത് എഴുതാം, 10 എന്ന് എഴുതാം. ആക്ച്വലി ഇതിങ്ങനെ സോൾവ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അധികം പേരും ഇതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻസ് പഠിച്ചവരാണ്. സോ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് കിട്ടും. ഓക്കെ.